വെൽക്കം ടു CSEB ആസ്പിറൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു മോക്ക് ടെസ്റ്റാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇന്നലെ നമ്മളൊരു മോക്ക് ടെസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ വേറൊരു ടോപ്പിക്കിൻ്റെ മോക്ക് ടെസ്റ്റാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പുതിയ കുറച്ച് ചോദ്യങ്ങൾ പരിചയപ്പെടാം. പിന്നെ നിങ്ങൾ ആൻസർ അറിയുന്ന കുട്ടികളുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക, അറിയാത്തവരുണ്ടെങ്കിൽ പഠിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് PCA stand for in the context of urban cooperative banks. അർബൻ കോപ്പറേറ്റീവ് ബാങ്കുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമ്മുടെ ഏത് എക്സാം ആയിക്കോട്ടെ, PSC ബേസ്ഡ് ആയിക്കോട്ടെ, എല്ലാ തരത്തിലുള്ള എക്സാമുകൾക്കും കാണാറുള്ളതാണ്. UCB വളരെ ഇഷ്ടപ്പെട്ട ഒരു മേഖലയാണ് അല്ലേ. അപ്പോൾ അതിന് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്, അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. RBIയുടെ കീഴിൽ വരുന്ന കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പോൾ എന്താണ് ഈ PCA എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് ചോദ്യം. Prudential capital adjustment, B. Public credit allocation, C. Prompt corrective action, D. Prudential cooperative assessment. എന്താണ് ഉത്തരമായിട്ട് വരിക? PCA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അത്? പ്രോംപ്റ്റ് കറക്റ്റീവ് ആക്ഷൻ ആണ് ഈ PCA എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ്? പ്രോംപ്റ്റ് കറക്റ്റീവ് ആക്ഷൻ. ഓക്കെ, ഇനി രണ്ടാമത്തെ, വിച്ച് റെഗുലേറ്ററി ബോഡി ഓവർസീസ് ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദ PCA ഫ്രെയിംവർക്ക് ഫോർ UCBs ഇൻ ഇന്ത്യ. ഓക്കെ, ഏത് റെഗുലേറ്ററി ബോഡിയാണ് ഈ PCA ഫ്രെയിംവർക്ക് UCBക്ക് ഏത് റെഗുലേറ്ററി ബോഡി വഴിയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് എന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആണോ, RBI ആണോ, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആണോ, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്, ആര് വഴിയാണ് ഈ PCA ഫ്രെയിംവർക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്? നമ്മുടെ RBI ആണ് കേട്ടോ. RBI ആണ് PCA ഫ്രെയിംവർക്ക്. PCAയുടെ ഫുൾ ഫോം പഠിച്ചു വെക്കണം. പ്രോംപ്റ്റ് കറക്റ്റീവ് ആക്ഷൻ ഫ്രെയിംവർക്കാണ്. അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഏജൻസി ആരാണ്? RBI ആണ്. ഓക്കെ, അത് നമ്മുടെ UCBക്ക് മാത്രമല്ല, കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്കൊക്കെ ബാധകമാണ് കേട്ടോ. അത് ഓരോരുത്തർക്കും ഓരോ പോലെയാണ്, കാറ്റഗറിയിലാണ് ഇടുക എന്ന് മാത്രം. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് ദ PCA ഫ്രെയിംവർക്ക് ഫോർ UCBസിനുള്ള ഈ PCAയുടെ എന്താണ് അവരുടെ പ്രൈമറി ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് പറയുന്നത്? ഓപ്ഷൻ A, ടു ഇംപ്രൂവ് കസ്റ്റമർ സർവീസ് ക്വാളിറ്റി. ഓപ്ഷൻ B, ടു മാനേജ് റിസ്ക് ആൻഡ് പ്രൊട്ടക്ട് ഡെപ്പോസിറ്റേഴ്സ് ഇൻട്രസ്റ്റ്. C, ടു എൻഹാൻസ് പ്രോഫിറ്റ്സ് ഫോർ കോപ്പറേറ്റീവ് ബാങ്ക്സ്. D, ടു പ്രൊമോട്ട് അർബൻ ഹൗസിംഗ് സ്കീംസ്. എന്തിനായിരിക്കും ഈ PCA ഫ്രെയിംവർക്ക്? UCB ആണെങ്കിലും കൊമേഴ്ഷ്യൽ ബാങ്കിനും ഉണ്ട്. നമ്മളിപ്പോൾ പ്രത്യേകം UCB ആണ് എടുത്ത് പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്തിനായിരിക്കും ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത് കൊണ്ടുവരുന്നത് എന്തിനായിരിക്കും? ടു മാനേജ് റിസ്ക്, പിന്നെ അതുപോലെ തന്നെ ഡെപ്പോസിറ്റേഴ്സ് ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാം. ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇതാണ് ഈ PCA ഫ്രെയിംവർക്കിൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഓർക്കണം, RBI ആണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ടു മാനേജ് റിസ്ക് ആൻഡ് പ്രൊട്ടക്ട് ഡെപ്പോസിറ്റേഴ്സ് ഇൻട്രസ്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പാരാമീറ്റർ അണ്ടർ ദ PCA ഫ്രെയിംവർക്ക് ഫോർ UCB. അതായത് കുറച്ച് പാരാമീറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പാരാമീറ്റർ മീൻസ് ഇൻഡിക്കേറ്റേഴ്സ്, അത്രയേ ഉള്ളൂ. ഇന്ന കാര്യങ്ങൾ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇത് ഡിസൈഡ് ചെയ്യുന്നത്. ഇത് ഏത് ബാങ്കുകളാണ് ഇതിൻ്റെ അണ്ടറിൽ വരാത്തത് എന്ന് തീരുമാനിക്കാൻ ഒരു പോയിന്റുകൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും. ആ ഫാക്ടേഴ്സ് ഏതെല്ലാമാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ ആണോ, അസറ്റ് ക്വാളിറ്റി ആണോ, പ്രോഫിറ്റബിലിറ്റി ആണോ, ക്രെഡിറ്റ് ഗ്രോത്ത് റേറ്റ് ആണോ എന്നതാണ് ഓപ്ഷൻസിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് പ്രധാനപ്പെട്ട 3 പാരാമീറ്റേഴ്സാണുള്ളത്. അപ്പോൾ ഈ 3 പാരാമീറ്റേഴ്സും ABC എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ക്രെഡിറ്റ് ഗ്രോത്ത് റേറ്റ് ഇതിൻ്റെ പാരാമീറ്റർ അല്ല. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് പാരാമീറ്റർ? ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ, CAR എന്ന് മാത്രമല്ല CRAR എന്നും ഇത് അറിയപ്പെടും കേട്ടോ. അസറ്റ് ക്വാളിറ്റി ഉണ്ട്, പിന്നെ അതുപോലെ പ്രോഫിറ്റബിലിറ്റി, ദാറ്റ് ഈസ് നെറ്റ് പ്രോഫിറ്റ്, അതും. ഈ 3 ഏകകങ്ങളാണ് ഇതിനെന്തുള്ളത്? ഈ 3 പോയിന്റുകൾ അല്ലെങ്കിൽ ഈ 3 ഫാക്ടേഴ്സ് ഓറിയൻറ്റഡ് ആയിട്ടാണ് ഈ ഒരു ഫ്രെയിംവർക്ക് ഡിസൈൻ ചെയ്തിട്ടുള്ളതെന്ന് പറയാം. ഓക്കെ, next question, in the PCA framework, what action can be RBI take against UCBs that fail to meet the prescribed norms? അതായത് ഈ ഫ്രെയിംവർക്കിൽ RBI എന്ത് ആക്ഷൻസ് ആണ് ആർക്കെതിരെ എടുക്കുക? ഈ പ്രിസ്ക്രൈബ്ഡ് നോംസ് മീറ്റ് ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ അതിലവർ ഫെയിൽ ചെയ്താൽ എടുക്കാൻ പോകുന്ന എന്ത് ആക്ഷനാണ് എടുക്കാൻ പോകുന്നതെന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
ഇൻക്രീസ് ദെയർ ലെൻഡിങ് കപ്പാസിറ്റി, ഇമ്പോസ് ഹയർ ടാക്സസ് ഓൺ ദെയർ ഏർണിങ്സ്, അവരുടെ ഏർണിങ്സിൽ കൂടുതൽ ടാക്സസ് ഇമ്പോസ് ചെയ്യുമോ, അല്ലെങ്കിൽ ഇമ്പോസ് റെസ്ട്രിക്ഷൻസ് ഓൺ ദെയർ ഓപ്പറേഷൻസ്, പ്രൊവൈഡ് ഫിനാൻഷ്യൽ ബെയിൽ ഔട്ട്സ്. അങ്ങനെ എന്ത് റെസ്ട്രിക്ഷനാണ് RBI കൊടുക്കുന്നത് എന്നാണ്. അപ്പോൾ അവരുടെ ഓപ്പറേഷൻസിന് മുകളിൽ കുറച്ച് റെസ്ട്രിക്ഷൻസ് അങ്ങോട്ട് വെക്കും. അതാണ് RBI ആദ്യം ചെയ്യുക കേട്ടോ. ഇവരിത് മീറ്റ് ചെയ്യാൻ ഫെയിലായാൽ, അല്ലെങ്കിൽ ഇവർ ഇതിന് ഈ ഒരു പറഞ്ഞ കാറ്റഗറിയിൽ നിന്നും വ്യതിചലിച്ചാൽ എന്താ ചെയ്യുക? ഇമ്പോസ് റെസ്ട്രിക്ഷൻസ് ഓൺ ദെയർ ഓപ്പറേഷൻസ് ആണ് ഉത്തരമായിട്ട് വരിക. ഓക്കെ, ഇനി നെക്സ്റ്റ് വന്നിട്ട് വാട്ട് ഡസ് ദ RBI അസസ് അണ്ടർ ദ അസറ്റ് ക്വാളിറ്റി പാരാമീറ്റർ ഇൻ ദ PCA ഫ്രെയിംവർക്ക്. ഈ അസറ്റ് ക്വാളിറ്റി പാരാമീറ്റർ PCA ഫ്രെയിംവർക്കിൽ ഏത് പോയിൻറ്റിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ അസറ്റ് ക്വാളിറ്റി പാരാമീറ്റർ വർക്ക് ചെയ്യുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ലോൺ റിക്കവറി റേറ്റ് ആണോ, നമ്പർ ഓഫ് എംപ്ലോയീസ് ഇൻ എ ബാങ്ക് ആണോ, നോൺ പെർഫോമിംഗ് അസറ്റ് കേട്ടോ, NPAs, ബ്രാഞ്ച് എക്സ്പാൻഷൻ ആക്ടിവിറ്റീസ്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് NPA ബേസ്ഡ് ആയിട്ടാണ് എന്ത് അസറ്റ് ക്വാളിറ്റി പാരാമീറ്റർ വർക്ക് ചെയ്യുന്നത്. NPAയുടെ നോക്കിയിട്ടാണ് കേട്ടോ, നോൺ പെർഫോമിംഗ് അസറ്റ്സിനെ നോക്കിയിട്ടാണ് അസറ്റ് ക്വാളിറ്റി പാരാമീറ്റർ ഈ ഒരു PCA ഫ്രെയിംവർക്കിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് വെൻ എ UCB ഈസ് പ്ലേസ്ഡ് അണ്ടർ PCAയുടെ അടിയിൽ ഒരു UCB വരണമെങ്കിൽ, ഈ PCAയുടെ ഫ്രെയിംവർക്കിൻ്റെ അണ്ടറിൽ വരണമെങ്കിൽ വാട്ട് ഹാപ്പൻസ് ടു ഇറ്റ്സ് എബിലിറ്റി ടു ഡിസ്ട്രിബ്യൂട്ട് ഡിവിഡൻസ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പ്ലേസ്ഡ് എന്നാണല്ലോ, അപ്പോൾ പ്ലേസ്ഡ് അണ്ടർ PCAയുടെ അടിയിൽ വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? അവരുടെ എബിലിറ്റി ടു ഡിസ്ട്രിബ്യൂട്ട് ഡിവിഡൻഡ്, അവർക്ക് ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ട് അവർക്ക് എന്ത് സംഭവിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. എന്താ സംഭവിക്കുക നോക്കാം. ഓരോ ഓപ്ഷൻസ് ആയിട്ട് വായിച്ചു നോക്കാം. ഇറ്റ് ക്യാൻ ഡിസ്ട്രിബ്യൂട്ട് ഡിവിഡൻസ് വിത്ത് ഹയർ റേറ്റ്സിന് കൊടുക്കാൻ പറ്റുമോ? അതോ ഇറ്റ് ക്യാൻ ഓൺലി ഡിസ്ട്രിബ്യൂട്ട് ഡിവിഡൻസ് ആഫ്റ്റർ മീറ്റിംഗ് സർട്ടൻ ഫിനാൻഷ്യൽ കണ്ടീഷൻസ്, മീറ്റ് ചെയ്തതിന് ശേഷം അവർ ഡിവിഡൻഡ് കൊടുക്കുന്നു. ഇറ്റ് ഈസ് പ്രൊഹിബിറ്റഡ് ഫ്രം ഡിസ്ട്രിബ്യൂട്ടിംഗ് എനി ഡിവിഡൻസ്. ഇറ്റ് മസ്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ഡിവിഡൻസ് ടു ഇംപ്രൂവ് പ്രോഫിറ്റബിലിറ്റി. ഇതിലേതായിരിക്കും? ഡിസ്ട്രിബ്യൂട്ട് ഡിവിഡൻഡ് കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാൻ പറ്റില്ല കേട്ടോ, അപ്പോൾ പ്രൊഹിബിറ്റ് ചെയ്യും. അതായത് ഈ 3 ത്രെഷ്ഹോൾഡിലാണ് ഇത് വരിക. ത്രെഷ്ഹോൾഡ് 1 അങ്ങനെ 3 കാറ്റഗറിയിൽ വരും. അപ്പോൾ ഈ 3 കാറ്റഗറിയിലുള്ളവർക്കും കുറച്ച് അധികം ഇൻസ്ട്രക്ഷൻസ് ആണ് ഇമ്പോസ് ചെയ്യുക. ഈ ത്രെഷ്ഹോൾഡിൽ വന്നാൽ ഇത്, ത്രെഷ്ഹോൾഡ് 2 വന്നാൽ ഇത്ര, ത്രെഷ്ഹോൾഡ് 3 കടന്നാൽ ഇത്ര കാര്യങ്ങൾ. അപ്പോൾ ഇതുപോലെ ഒരു കണ്ടീഷനിൽ വരുന്നതാണ് ഈ ഒരു ഡിസ്ട്രിബ്യൂട്ടിംഗ് ഡിവിഡൻഡ് എന്ന് പറഞ്ഞ സംഭവം അവർ പ്രൊഹിബിറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് അതും കഴിഞ്ഞ് 3 കടന്നു കഴിഞ്ഞാൽ അവർക്ക് ഡെപ്പോസിറ്റ് റിസീവ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി വരെ ഇല്ലാണ്ടാക്കും. അതാണ് പറഞ്ഞത് കേട്ടോ. ഇനി അത് നമുക്ക് ഇതിപ്പോൾ ക്വസ്റ്റ്യൻസ് ആണ്, അത് നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം കേട്ടോ. ചെയ്യുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് ഇത്തിരി ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആക്ഷൻസ് ഈസ് എ UCB പ്ലേസ്ഡ് അണ്ടർ PCA റിക്വയർഡ് ടു ടേക്ക്. എന്തൊക്കെ ആക്ഷൻസ് ആണ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എടുക്കുക? റെഡ്യൂസ് എക്സ്പോഷർ to risky assets, expand their loan portfolio, increase lending to the agricultural sector, reduce their capital reserve. എന്ത് ആക്ഷനാണ് എടുക്കേണ്ടതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏത് ആക്ഷനാണ് എടുക്കാൻ? അതായത് അവരുടെ റിസ്കി അസറ്റ്സിലുള്ള ഒരു എക്സ്പോഷർ കുറയ്ക്കുകയാണ് ആദ്യം വേണ്ടത്. കാരണം ഇതിലേക്കൊക്കെ വരാനുള്ളൊരു പ്രധാന കാരണം എന്താ വെച്ചാൽ NPA കൂടിയിട്ടാണ്. ഓക്കെ, ബാധ്യത കൂടുമ്പോഴാണ് എന്ത് ചെയ്യുക? പ്രോഫിറ്റബിലിറ്റീനെയൊക്കെ ബാധിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ റിസ്കി അസറ്റ്സിലേക്കുള്ള എക്സ്പോഷർ കുറച്ച് കൊണ്ടുവരിക. അതുപോലെ തന്നെ മിനിമം, അതായത് അവരുടെ എഫിഷ്യൻസി കൂട്ടാനുള്ള ഏറ്റവും വഴി അത് തന്നെയാണ് അല്ലേ. അപ്പോൾ അതാണ് അവർ ആദ്യം ചെയ്യേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് വാട്ട് ഈസ് ദ കോൺസിക്വൻസസ് ഓഫ് എ UCB ഫെയിലിംഗ് ടു റെക്ടിഫൈ ഇറ്റ്സ് പൊസിഷൻ അണ്ടർ ദ PCA ഫ്രെയിംവർക്ക്. എന്തായിരിക്കും ഈ ഒരു PCA ഫ്രെയിംവർക്കിൽ പൊസിഷനിൽ പെട്ട് കഴിഞ്ഞാൽ UCB നേരിടുന്ന ഏറ്റവും വലിയ കോൺസിക്വൻസസ് എന്തായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇറ്റ് വിൽ റിസീവ് ഫിനാൻഷ്യൽ സപ്പോർട്ട് ലഭിക്കുമോ? നബാർഡിൽ നിന്ന് ഇല്ല. ഇറ്റ് മേ ഫേസ് റെസ്ട്രിക്ഷൻസ് ഓൺ ഓപ്പണിംഗ് ന്യൂ ബ്രാഞ്ചസ്. അതുണ്ട്, ന്യൂ ബ്രാഞ്ചസിന് തുറക്കാനുള്ള റെസ്ട്രിക്ഷൻസ് വരും. ഏറ്റവും മേജറായിട്ട് എന്തിനെ ബാധിക്കാന്ന് വെച്ചാൽ ഇറ്റ്സ് ലൈസൻസ് മേ ബി റിവോക്കഡ് ബൈ ദ RBI. അതാണ് ഇവിടെ പറഞ്ഞ കോൺസിക്വൻസസ്. ഫസ്റ്റ് റെക്ടിഫൈ ഇറ്റ്സ് പൊസിഷൻ അണ്ടർ ദ PCA ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ കോൺസിക്വൻസ് ഓഫ് എ UCB
ഫെയിലിംഗ് ടു റെക്ടിഫൈ ഇറ്റ്സ് പൊസിഷൻ അണ്ടർ ദ പി സി എ ഫ്രെയിംവർക്കിൽ നിന്ന് മാറാൻ അവർ റെക്ടിഫൈ ചെയ്യാൻ ശ്രമിച്ചു, പക്ഷെ അവർക്ക് പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ പിന്നെ അവർക്ക് ചെയ്യാനുള്ള ആകെ എന്താണ്, അവരുടെ ലൈസൻസ് റിവോക്ക് ചെയ്യുക എന്നത് മാത്രമാണ്. അവർക്ക് സമയം കൊടുക്കും, പി സി എന്ന് സ്റ്റാറ്റസ് എന്ന് മാറാൻ വേണ്ടിയിട്ട് അവർക്ക് സമയം കൊടുക്കും. പക്ഷെ അങ്ങനെ അവർക്ക് ആ പൊസിഷൻ റെക്ടിഫൈ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ ആർ ബി ഐ എന്ത് ചെയ്യും അല്ലേ? അപ്പോൾ ആർ ബി ഐ ചെയ്യുന്നതാണ് എന്ത് ചെയ്യുക, ലൈസൻസ് റിവോക്ക് ചെയ്യും. 10ാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കോമൺ കണ്ടീഷൻ ദാറ്റ് ട്രിഗേഴ്സ് ദ പി സി എ ഫ്രെയിംവർക്ക് ഫോർ ബാങ്ക്സ്. ബാങ്ക്സിന് നോർമലായിട്ട് ഈ പി സി എ കണ്ടീഷൻസിലേക്ക് വരാനുള്ള കാരണം എന്താണ്? കാറ് ബിലോ 9% ആവുക, പ്രോഫിറ്റബിലിറ്റി എക്സീഡിങ് 15%ൽ കൂടുക, എക്സസീവ് നമ്പർ ഓഫ് ബ്രാഞ്ചസ് ആവുക, ലോ ഇൻട്രസ്റ്റ് റേറ്റ് ഓഫർ ചെയ്യുക. അതൊന്നുമല്ല, നമ്മുടെ കാറ് 9% ആണ് പറഞ്ഞിട്ടുള്ളത് കൊമേഴ്ഷ്യൽ ബാങ്കിന്. അതിലും കുറവ് വന്നു കഴിഞ്ഞാലാണ് ഈ ഒരു കാറ്റഗറിയിലേക്ക് എടുത്തിടുക കേട്ടോ. ഓക്കെ. 11 ദ പി സി എ ഫ്രെയിംവർക്ക് ഫോർ യു സി ബീസ് വിച്ച് കീ ഏരിയാസ് വിൽ ബി മോണിറ്റേഡ്. അവർ കുറച്ച് ഏരിയാസ് വിശദമായിട്ട് നോക്കണം. അത് ഏത് ഏരിയാസ് ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഏത് ഏരിയാസിനായിരിക്കും പ്രഥമമായിട്ടുള്ള ഒരു പരിഗണന കൊടുക്കുന്ന കീ ഏരിയാസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ലിക്വിഡിറ്റി, അസറ്റ് ക്വാളിറ്റി, ക്യാപിറ്റൽ അസറ്റ് ക്വാളിറ്റി പ്രോഫിറ്റബിലിറ്റി, അസറ്റ് ക്വാളിറ്റി പ്രോഫിറ്റബിലിറ്റി റിസ്ക് മാനേജ്മെൻറ്റ്, ക്യാപിറ്റൽ ലിക്വിഡിറ്റി ആൻഡ് പ്രോഫിറ്റബിലിറ്റി. ഓക്കെ, അപ്പോൾ ഏതാണ് ഇത്? നമുക്കൊരു കോളം വെച്ച് പഠിക്കാം. ആ കോളം വെച്ച് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അത് ക്വസ്റ്റ്യൻസ് ആയിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് ഇത്തിരി കടിച്ചാൽ പൊട്ടണില്ലല്ലോ തോന്നും, പക്ഷേ കുഴപ്പമൊന്നുമില്ല, എളുപ്പമുള്ള സംഭവമാണ് കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്കതൊരു കോളം ബേസ്ഡ് ആയിട്ട് തരാം. ഇപ്പോൾ എളുപ്പമാണ്, സിമ്പിളായിട്ട് കയറും കേട്ടോ, മനസ്സിൽ കയറി നിൽക്കും, പേടിക്കുകയൊന്നും വേണ്ട. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ട് പേടിക്കുകയൊന്നും വേണ്ട. ദ പി സി എ ഫ്രെയിംവർക്ക് ഫോർ യു സി ബീസ് നമ്മൾ ഇത്തിരി അഡ്വാൻസ്ഡ് ആയിട്ട് പഠിച്ചാൽ എന്താ ഗുണം വെച്ചാൽ, എങ്ങനെ നമ്മൾ ബാങ്കിങ് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. കാരണം അതിപ്പോൾ ഏത് ഏരിയ എന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ സെലക്ട് ചെയ്യുന്ന ഏരിയ എന്നാവില്ല ചിലപ്പോൾ അവർ ചോദ്യങ്ങൾ ചോദിക്കുക. നമ്മൾ ഈ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആവും. പക്ഷേ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസും കാണുമ്പം ഇതൊക്കെ ആവാം എന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ നമുക്ക് കിട്ടുന്ന മെറ്റീരിയൽസ് വെച്ച് അല്ലെങ്കിൽ കിട്ടുന്ന ഒരു സംഭവം വെച്ച് നമ്മൾ പറയണമെന്നുള്ളൂ. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എനിക്ക് റിപ്ലൈ തരിക കേട്ടോ. താഴെ എനിക്ക് മെസ്സേജ് അയയ്ക്കുക. നിങ്ങളുടെ കമൻസാണ് നമുക്ക് ഊർജം പകരുക. നമ്മൾ ആദ്യം നോക്കുക നമ്മൾ കമൻസാണ്. കാര്യമായിട്ടുള്ള കമൻസ് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും ഈ വീഡിയോ അത്ര വർക്കായില്ല, അല്ലെങ്കിൽ ഈ മെറ്റീരിയൽ അത്ര വർക്കായില്ല എന്ന് വിചാരിക്കും. ചില മെറ്റീരിയൽ ഇടുമ്പം നല്ല കമൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് തോന്നും ഈ മെറ്റീരിയൽ കുട്ടികൾക്ക് മനസ്സിലാവുന്നുണ്ട്, അവർക്കത് ഹെൽപ്ഫുള്ളാണ്, അപ്പോൾ നമുക്കത് തുടരാം എന്നൊക്കെ തോന്നും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടുവോ, നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസ് ഇനി വേണോ അതോ വേണ്ടേ, അതോ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആവണ്ടേ, എങ്ങനെയാണ് നിങ്ങളുടെ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളായിരിക്കും അല്ലേ. അപ്പോൾ അതാണ് പറയണത് കേട്ടോ. അപ്പോൾ നമ്മൾ റൂൾസ് ചെയ്തു വെച്ച് പകുതിക്കല കുറച്ച് അധികമായി, ഇനി കുറച്ചും കൂടി ഉള്ളൂ റൂൾസ്. അപ്പോൾ നമ്മൾ കോപ്പറേറ്റീവ് ലോയുടെ ക്ലാസ് ഉള്ള കാരണം കുട്ടികളത് പഠിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പേര് നമ്മളെ വിശ്വസിച്ച് വന്നു. അപ്പോൾ അത് കാരണം പിന്നെ അപ്പോൾ അവർ ചോദിക്കും, എന്താ മിസ്സേ ഞങ്ങൾ ഇത്രയും പേര് വന്നില്ലേ? ശരിയാണ്. അപ്പോൾ നമ്മൾ പിന്നെ ഞങ്ങൾക്ക് അവിടെ യൂട്യൂബിൽ ഫ്രീ ക്ലാസ്സിൽ തന്നെ നിന്നാൽ മതിയായിരുന്നില്ലേ? മിസ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് അവിടെയും പഠിപ്പിക്കുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് വേറെ ഒരു ആൻസർ ഇല്ല പറയാൻ. അതുകൊണ്ടാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് അവർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പഠിപ്പിച്ച് തരാൻ വരും. സമയം എങ്ങനെയാണെന്ന് അറിയില്ല. ഇപ്പോൾ ലോല് അവിടെ കുറച്ച് തിരക്കിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വേറെ സബ്ജക്റ്റുകൾ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആരെങ്കിലും ലോ പഠിക്കണം, നിങ്ങൾ ഇപ്പോൾ അമെൻമെൻറ്റ് മാത്രമല്ലല്ലോ, ലോ വ്യക്തമായി പഠിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പഠനം വേണമെങ്കിൽ നിങ്ങൾ കോഴ്സിൽ ജോയിൻ ചെയ്തോളൂ. അങ്ങനെ നമുക്ക് ലോ കംപ്ലീറ്റ് ചെയ്ത് വെക്കാം. ലോ കംപ്ലീറ്റ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് അതൊരു അസറ്റാണ് എല്ലാ കാലത്തേക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ലോ ക്ലാസ് ഇതുപോലെ ക്വസ്റ്റ്യൻസിൻ്റെ കൂടെ നമ്മുടെ ലോയിലും കയറി വരുമ്പോൾ നമുക്ക് അമെൻമെൻറ്റ്സ് ഒക്കെ പറഞ്ഞു പോവാം കേട്ടോ. അത്രേ പറ്റും. ഇനി സെപ്പറേറ്റ് ഒരു അമെൻമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ് നമ്മൾ വെക്കുന്നില്ല. ഇങ്ങനെ അമെൻമെൻറ്റ്സുകൾ കടന്നു വരും നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പ്രസൻറ്റിലുള്ള അമെൻമെൻറ്റ്സ് ഒക്കെ പറഞ്ഞിട്ട് തന്നെയാണ് പോവുക കേട്ടോ. ഓക്കെ, ആർക്കും മുഷിച്ചിലൊന്നും തോന്നരുത്. അപ്പോൾ നമ്മൾ ക്ലാസ്സൊക്കെ നല്ല കുട്ടികളായിട്ട് കണ്ട് നന്നായി പഠിക്കുക, ആത്മാർത്ഥമായിട്ട് പഠിക്കുക, നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്യുക. ബാക്കി നമുക്ക് ഭഗവാൻ തരും, ഈശ്വരൻ തരും. അത് ഏത് ഭഗവാനായിക്കോട്ടെ, ഏത് പ്രകൃതി ആയിക്കോട്ടെ അല്ലേ, നമ്മുടെ ഒരു എഫേർട്ടിന് പ്രകൃതി നമുക്ക് പ്രതിഫലം തരും. അതിൽ നമ്മൾ മായം ചേർക്കാതെ വൃത്തിക്ക് ചെയ്യുന്ന കാര്യങ്ങൾ. ഓക്കെ, കിട്ടുന്ന മെറ്റീരിയൽസ് വെച്ച് നിങ്ങൾ പഠിക്കുക. നിങ്ങൾക്ക്
അവൈലബിൾ ആവുന്ന സോഴ്സസ് എല്ലാം നിങ്ങൾ അതിനു വേണ്ടി പ്രയോജനപ്പെടുത്തുക. ഇന്നിപ്പോൾ എല്ലാ തരത്തിലുള്ള സോഴ്സസും അവൈലബിൾ ആണ്. സോ എല്ലാ സോഴ്സസും അവൈലബിൾ ആക്കി നിങ്ങൾ എന്താ പറയുക, നല്ല കുട്ടികളായിട്ട് പഠിക്കുക കേട്ടോ. നല്ല ശുഭാപ്തി വിശ്വാസത്തോടു കൂടി പഠിക്കുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ PCA ഫ്രെയിംവർക്ക് ഫോർ UCBs വിച്ച് കീ ഏരിയാസ് വിൽ ബി മോണിറ്റേർഡ് ചെയ്യുന്ന കീ ഏരിയാസ് ഏതൊക്കെയാണ്? ക്യാപിറ്റൽ ഉണ്ട്, അസറ്റ് ക്വാളിറ്റി ഉണ്ട്, പ്രോഫിറ്റബിലിറ്റി ഉണ്ട്. ഈ മൂന്നും ഒരു കീ ഏരിയാസിനാണ് ഈ ഒരു PCA ഫ്രെയിംവർക്കിൽ പ്രാധാന്യം കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ. The prompt corrective action framework was introduced by the RBI in the year. അപ്പോൾ എന്നാണ് ഈ ഒരു പ്രോംപ്റ്റ് കറക്റ്റീവ് ആക്ഷൻ? ഇപ്പോൾ തുടങ്ങിയതൊന്നുമല്ല. RBI പ്രോംപ്റ്റ് കറക്റ്റീവ് ആക്ഷൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. അതെന്നാണെന്നാണ്, ഏത് വർഷം മുതലാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഏത് വർഷം മുതലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്തത് ഏത് വർഷം? 2002 ആണോ, 2000 ആണോ, 2012 ആണോ, അതോ ഇവയിലൊന്നും അല്ലേ എന്നാണ് ചോദ്യം. 2002 മുതലാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഇങ്ങനൊരു PCA ഫ്രെയിംവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് തന്നെ കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് അതിന് പ്രധാനപ്പെട്ട ഒരു മേജർ റിവിഷൻ വന്നു. ആ റിവിഷൻ എന്നാണെന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. PCA ഫ്രെയിംവർക്ക് വാസ് റിവൈസ്ഡ് ഇൻ ഡാഷ് ടു മേക്ക് ഇറ്റ് മോർ സ്ട്രക്ചേർഡ് ഒബ്ജക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് അത് വന്നത്. ആ റിവിഷൻ വന്നത് April 2017 ആണ് കേട്ടോ. എന്നാ വന്നത്? April 2017 ആണ്. ഓക്കെ, April 2017 ആണ് അങ്ങനെ ഒരു മേജറായിട്ടുള്ള അപ്ഡേഷൻസും റിവിഷനൊക്കെ വന്നിട്ടുള്ളത്. April 2017. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ബാങ്ക്സ് വെർ പ്ലേസ്ഡ് അണ്ടർ PCA ഡ്യൂറിങ് 2017-18 കാലഘട്ടത്തിൽ ഈ ഒരു PCAയുടെ അണ്ടറിൽ വന്നു, ഈ ഫ്രെയിംവർക്കിൽ വന്നു. എന്നാൽ അവർ എക്സിറ്റായി പോയി. 2020-2022 കാലഘട്ടത്തിൽ അവർ ആഫ്റ്റർ ഇംപ്രൂവ്മെൻറ്റിന് ശേഷം പോയിട്ടുണ്ട്. അത് ഏതൊക്കെ ബാങ്കുകളാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ പല ബാങ്കുകളും ഈ PCAയുടെ അണ്ടറിൽ വരികയും എന്നിട്ട് പിന്നെ അവർ PCAയുടെ ഈ ഒരു റെസ്ട്രിക്ഷൻസ് എല്ലാം പിന്നെ സാറ്റിസ്ഫൈ ചെയ്ത് അവർ സക്സസ്ഫുള്ളായിട്ട് അതിന്ന് പുറത്ത് കിടക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ പ്രസൻ്റ്ലി ആരും ഇല്ല. ഇപ്പോൾ പ്രസൻ്റ്ലി ആ സ്റ്റേറ്റിൽ ആരും ഇല്ല. ഇനി ആരെങ്കിലും വരുമോ എന്നറിയില്ല കേട്ടോ. അപ്പോൾ പ്രസൻ്റ്ലി കാര്യമാണ് പറഞ്ഞത്, ഇല്ല. അപ്പോൾ നോക്കാം ഏതൊക്കെ ബാങ്കുകളാണെന്ന്. IDBI ആൻഡ് യൂക്കോ ബാങ്ക് ആണോ, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആണോ, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ആണോ? ആരാണ്? ഇവരിലെല്ലാം ഈ കാലഘട്ടത്തിൽ എന്താ ഈ ഒരു PCA ഫ്രെയിംവർക്കിൻ്റെ ഉള്ളിൽ വന്നവരാണ് കേട്ടോ. IDBI ആയിക്കോട്ടെ, യൂക്കോ ബാങ്ക് ആയിക്കോട്ടെ, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആയിക്കോട്ടെ, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ആയിക്കോട്ടെ, 2022 അവസാനത്തോടു കൂടി ഇവരെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്തിട്ട് ഇവരിതിന്ന് എക്സിറ്റ് ചെയ്തവരാണ്. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കണം കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ലാസ്റ്റ് ബാങ്ക് ടു എക്സിസ്റ്റ് ദ PCA എന്ന് ലാസ്റ്റ് പുറത്തു കിടന്നത് ആരാണ്? വിച്ച് വാസ് റിമൂവ്ഡ് ഫ്രം ദ ഫ്രെയിംവർക്ക് ആഫ്റ്റർ ഡെമോൺസ്ട്രേറ്റിംഗ് സസ്റ്റൈൻഡ് ഇംപ്രൂവ്മെൻറ്റ്സ് ഇറ്റ്സ് ഫിനാൻഷ്യൽ ഹെൽത്തൊക്കെ ഇംപ്രൂവ് ചെയ്ത് മീറ്റിംഗ് റെഗുലാരിറ്റി ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് ആയി റെഡ്യൂസിങ് നെറ്റ് നോൺ പെർഫോമിംഗ് അസറ്റ്സ് ഒക്കെ റെഡിയാക്കിയിട്ട് റെഡ്യൂസ് ചെയ്തതിന് ശേഷം പുറത്ത് കടന്നത് ഏത് ബാങ്കാണെന്ന്? സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആണോ, IDBI ആൻഡ് യൂക്കോ ബാങ്ക് ആണോ, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ആണോ, നൺ ഓഫ് ദീസ് ആണോ? സെൻട്രൽ ബാങ്ക് ആണ് കേട്ടോ അവസാനമായിട്ട് പുറത്ത് കടന്നത്. എക്സിറ്റ് ആയത് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഒന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ. ഓക്കെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, RBI ഈ സെറ്റ് ടു ഇംപ്ലിമെൻറ്റ് PCA ഫ്രെയിംവർക്ക് ഫോർ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് സ്റ്റാർട്ടിങ്. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന പുതിയ PCA ഫ്രെയിംവർക്കിനുള്ള ഒരു എന്താ പറയുക സർക്കുലർ വന്നിട്ട് കുറച്ചായി. അപ്പോൾ അതെന്ന് തൊട്ടിട്ടാണ് ശരിക്കും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിപ്പോൾ പ്രസൻറ്റ് കണ്ടീഷനിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം April 1, 2025 നമ്മുടെ April 1 ഇത് എന്ത് ചെയ്യാൻ പോകുന്നത്? ഇനിയാണ് ഇത് ശരിക്കും ഈ ഫ്രെയിംവർക്ക് ശരിക്കും ഇംപ്ലിമെൻ്റ് ആവാൻ പോകുന്നത് കേട്ടോ. April 1, 2025 തൊട്ടിട്ട് ഈ പറഞ്ഞിട്ടുള്ള റെസ്ട്രിക്ഷൻസ് നമ്മൾ പഠിക്കും. ആ റെസ്ട്രിക്ഷൻസോട് കൂടി കറക്റ്റ്ലി ഇംപ്ലിമെൻ്റ് ആവാൻ പോവുകയാണ്. ഓക്കെ. നെക്സ്റ്റ്, ദ PCA ഫ്രെയിംവർക്ക് വുഡ് അപ്ലൈ ടു, ആർക്കാണ് അപ്ലൈ ആയിട്ടുള്ളത്? നമ്മുടെ UCBസിൻ്റെ കേസാണ് ഇവിടെ പറയുന്നത്. എല്ലാ പ്രൈമറി അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സിന് അവൈലബിൾ ആണ്, അല്ലെങ്കിൽ അവർ ഇൻക്ലൂഡഡ് ആണ്, അപ്ലൈ ആണ് അതിൻ്റെ ഉള്ളിൽ. പക്ഷേ അതിലൊന്ന് ശ്രദ്ധിക്കണം നിങ്ങൾ. Tier 2, Tier 3, Tier 4 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവർ മാത്രമാണ്. എന്നാൽ Tier 1 ഇല്ല കേട്ടോ. ഓൾ ഓഫ് ദീസ് ആണ് ഇവിടെ ഉത്തരം വരിക. ഇവർ 3 കൂട്ടരും ഈ ഫ്രെയിംവർക്കിൻ്റെ അണ്ടറിൽ വരുന്നവരാണ്. പക്ഷേ Tier 1 എക്സെപ്ഷൻ ആണ് കേട്ടോ. Tier 1 ഇല്ല, പ്രത്യേകം നോട്ട് ചെയ്യണം. Tier 1 ഇല്ല. Tier 2ഉം Tier 3 and 4 മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ Tier 1 ഇതിൽ എക്സ്ക്ലൂഡഡ് ആണ്, ഇല്ലാത്ത ബാങ്കുകളാണ്. അപ്പോൾ ഇല്ലാത്ത ബാങ്കുകൾ ഉണ്ട് കേട്ടോ. ഇല്ലാത്ത ബാങ്കുകൾ Tier 1 ഇല്ല. പിന്നെ ഇല്ലാത്ത ബാങ്ക് നമ്മുടെ സ്മോൾ ഫിനാൻസ് ബാങ്കിനില്ല, പിന്നെ പേയ്മെൻറ്റ് ബാങ്ക്സിനില്ല കേട്ടോ.
NBFCസിനൊക്കെ ഇതിൻ്റെ അണ്ടറിൽ കൊണ്ടുവന്നിട്ടുണ്ട്. 2021-22 കാലഘട്ടത്തിൽ NBFCസിനും കൂടി റെസ്ട്രിക്ഷൻസ് ഇമ്പോസ് ചെയ്തിട്ട് ഇതിൻ്റെ അടിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഉണ്ട്, എല്ലാ കൊമേഴ്ഷ്യൽ ബാങ്ക്സുകളും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ UCBs ഇപ്പോൾ വന്നു. UCBs ഒന്നും ആദ്യം ഉണ്ടായിരുന്നില്ല, ആദ്യം കൊമേഴ്ഷ്യൽ ബാങ്ക്സ് മാത്രം ഉണ്ടായിരുന്നത് കേട്ടോ. പിന്നെയാണ് ഈ UCBസിനെ കൊണ്ടുവന്നത്. UCBസിനെ കൊണ്ടുവന്നതിന് ശേഷമാണ് ഇപ്പോൾ NBFCസിനെ കൊണ്ടുവന്നിട്ടുണ്ട് 2022 ആ റേഞ്ചിൽ. അപ്പോൾ ഇപ്പോൾ ഇല്ലാത്തത് ടയർ 1 UCBs ഇല്ല. ടയർ 1 UCBs എന്ന് വെച്ചാൽ 100 കോടിക്ക് താഴെയുള്ള ആൾക്കാരാണ് കേട്ടോ. ബിലോ 100 ക്രോഡ്സിനുള്ളവരാണ് ടയർ 1 ഉള്ളത്, അവർക്കില്ല. പിന്നെ ഇല്ലാത്തത് നമ്മൾ പറഞ്ഞു പേയ്മെൻറ്റ് ബാങ്ക്സിനും ഇല്ല, സ്മോൾ ഫിനാൻസ് ബാങ്കിലും പ്രസൻ്റ്ലി ഇല്ല. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്യണം കേട്ടോ. അത് നമ്മൾ ക്വസ്റ്റനായിട്ട് ഉൾപ്പെടുത്തിയിട്ടില്ല. ഓക്കെ, അത് നമ്മൾ പറഞ്ഞു, നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ടയർ 1-നില്ല, ടയർ 2, ടയർ 3, ടയർ 4, 3 and 4 എന്നാണ് പറയുക. അവർക്ക് 3 കൂട്ടർക്കും ഉണ്ട്. ദ PCA ഫ്രെയിംവർക്ക് വിൽ ബി ട്രിഗേർഡ് ബേസ്ഡ് ഓൺ പാരാമീറ്റേഴ്സ്. ഏത് പാരാമീറ്ററാണ് നമ്മൾ പറഞ്ഞതാണ്, ഏത് പാരാമീറ്ററിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്? എല്ലാം ഉണ്ട് അല്ലേ. ക്യാപിറ്റൽ ആഡിക്വസി, CRAR ഉണ്ട്, നെറ്റ് NPAs നോക്കും, അതുപോലെ തന്നെ അവരുടെ നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റബിലിറ്റി ഇത് നോക്കിയിട്ടാണ് ഇത് ട്രിഗർ ചെയ്ത്. അതാണ് ഒരു പാരാമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നെക്സ്റ്റ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, കാണുമ്പോൾ ഇത്തിരി വലിപ്പം തോന്നും, ഒന്നുമില്ല. വാട്ട് ഈസ് ദ CRAR റിസ്ക് ത്രെഷോൾഡ് 1 എന്ന് പറഞ്ഞാൽ 1-ൽ പെടണമെങ്കിൽ, RBI സർക്കുലർ പ്രകാരം 1-ൽ പെടണമെങ്കിൽ അവരുടെ ക്രൈറ്റീരിയ എന്താണെന്നാണ് കേട്ടോ. അപ് ടു 250 BPS ബിലോ ദ മിനിമം റെഗുലേറ്ററി റിക്വയർമെൻറ്റ്, അതാണ് ഒന്നാമത്തെ A ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. പിന്നെ മോർ ദാൻ 250 BPS എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിസ് പോയിൻ്റ് ആണ് കേട്ടോ. BPS എന്ന് വെച്ചാൽ ഷോർട്ട് ഫോം ബേസിസ് പോയിൻറ്റ്സ് ആണ്. മോർ ദാൻ 250 ബേസിസ് പോയിൻറ്റ്സ് ബട്ട് നോട്ട് എക്സീഡിങ് 400 ബേസിസ് പോയിൻറ്റ്സ് ബിലോ ദ മിനിമം റെഗുലേറ്ററി റിക്വയർമെൻറ്റ്. സി പറയണത് ഇൻ എക്സസ് ഓഫ് 400 BPS ബേസിസ് പോയിൻറ്റ്സ് ബിലോ ദ മിനിമം റെഗുലേറ്ററി റിക്വയർമെൻറ്റ്. ഓൾ ഓഫ് ദീസ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഇത് അതായത് ത്രെഷ് ഹോൾഡ് 1-ൻ്റെ കാര്യമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ത്രെഷ് ഹോൾഡ് 1 പറയുന്നത് 250 ആണ് കേട്ടോ. അപ് ടു 250 BPS വരെയുള്ളതാണെന്ത് ത്രെഷ് ഹോൾഡ് 1-ൽ ഉൾപ്പെടുക. അത് നമുക്ക് ആ കോളം പഠിച്ചാലേ മനസ്സിലാവുള്ളൂ കേട്ടോ. ആ കോളം പഠിക്കുമ്പോൾ നിന്നിട്ട് പിന്നെ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് കണ്ടാൽ കുറച്ചും കൂടി ഉപകാരപ്പെട്ടേനെ. ഓക്കെ, 250 BPS ബിലോ ദ മിനിമം റെഗുലേറ്ററി റിക്വയർമെൻ്റ് ആണ് ത്രെഷ് ഹോൾഡ് 1-ൽ വരുന്നത്. ബാക്കി കൊടുത്തിട്ടുള്ള ഈ 2 2ഉം 3 ആണ് കേട്ടോ. 3 ത്രെഷ് ഹോൾഡാണ് ഇതിലുള്ളത്. ഒന്ന് പിന്നെ ബാക്കി 2 ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. കോളം വരച്ച് വെച്ചാൽ മതി കേട്ടോ. പഠിക്കുമ്പോൾ ആ കോളം വരച്ച് വെച്ചാൽ ആ കോളത്തിലുള്ളതാണ് നിങ്ങൾക്ക് എളുപ്പത്തിൽ കിട്ടും. ഇനി വാട്ട് ഈസ് റിക്വയർഡ് ഫോർ എ ബാങ്ക് ടു എക്സിറ്റ് ചെയ്യാൻ, PCAയിൽ നിന്നും എക്സിറ്റ് ചെയ്യാൻ എന്ത് റെസ്ട്രിക്ഷൻസ് ആണ് ഉണ്ടാവുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്ത് റെസ്ട്രിക്ഷൻസ് ആണ് ഉണ്ടാവുക? ഇഫ് no breaches in risk threshold in any of the parameters are observed as 4 continuous quarterly financial statements, improved profit margins for 2 consecutive years ആണോ, increased capital infusion by shareholders ആണോ, reduced net NPA ratio below 6% ആണോ. അപ്പോൾ ഇവിടെ പറയുന്നത് ഓപ്ഷൻ A ആണ് ഇവിടെ ഉത്തരമായിട്ട് വരിക കേട്ടോ. ഏതാ വരിക? ഓപ്ഷൻ A ആണ് ഉത്തരമായിട്ട് വരിക. അതെന്താ വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള 4 ക്വാർട്ടർലി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒബ്സർവ് ചെയ്ത് അവർ ഈ ത്രഷ് ഹോൾഡിനെ മറികടക്കണം. ഓക്കെ, അതാണ് പറയുന്നത് കേട്ടോ. അപ്പോഴാണ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഇതിന്ന് എക്സിറ്റ് പുറത്തേക്ക് കടക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പം മനസ്സിലായിണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട്. കുറച്ച് ബുദ്ധിമുട്ടുള്ള മേഖലയാണ്. അയ്യോ ബാങ്കിങ് ഇത്രയൊക്കെ വേണമെന്ന് തോന്നരുത്. ബാങ്കിങ് ഒക്കെ വളരെ എന്താ പറയുക ഇമ്പ്രൂവ്ഡ് ആയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഇതിന്ന് കഴിഞ്ഞ എക്സാമിന് ഇതുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്ത കുട്ടികൾക്ക് അറിയാം. ഈ ഒരു ത്രഷ് ഹോൾഡുമായി 250 BPS ഒക്കെ കണ്ടവരുണ്ടാവും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇല്ലേ. ഇനിയിപ്പോൾ അത് വരുമോയെന്ന് അറിയില്ല, അവർ മാറ്റി പിടിക്കും. നമ്മൾ അത് പഠിച്ചു വരുമ്പോൾ അവർ അതിന് മുകളിൽ കയറി പിടിക്കും. അപ്പോൾ അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന ടീം. അവരത്രയും വൈദഗ്ധ്യമുള്ളവരാണ്. അപ്പോൾ നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നല്ലൊരു ലെക്ചർ വരും, കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ക്ലാസ്സും കൂടി തരാം. എന്നിട്ട് പിന്നെ നിങ്ങൾക്കത് കമ്പയർ ചെയ്ത് പഠിക്കാം കേട്ടോ. അവിടെ അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി വന്ന് കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കൂടി ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ പറയാറില്ല അതൊന്നും, അതൊക്കെ നമ്മൾ വിട്ടുപിടിച്ചു അല്ലേ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കൂടാതെ നിങ്ങളുടെ കമൻസ് ആണ് കേട്ടോ, വെരി വെരി വാല്യുബിൾ ആണ്. നിങ്ങളുടെ കമൻസ് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. നമുക്ക് എത്ര സ്ട്രെസ് ഉണ്ടെങ്കിലും എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും മെറ്റീരിയൽസ് ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ടും ഒക്കെ നിങ്ങളുടെ കമൻസ് കൊണ്ട് മാറിക്കിട്ടും. സോ നിങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കമൻറ്റ് അയയ്ക്കുക, ഉപകാരപ്പെട്ട എന്തെങ്കിലും ഒരു കമൻറ്റ് അയയ്ക്കുക കേട്ടോ. അപ്പോൾ കോഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് അറിയണമെങ്കിൽ
മെസ്സേജ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ PDF കളക്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ പെയ്ഡ് ഗ്രൂപ്പിലാണ് ഇത് കൊടുക്കുന്നത്. പെയ്ഡ് ഗ്രൂപ്പിൽ അംഗമാവുക കേട്ടോ. അപ്പോൾ നമ്മുടെ കൂടെ നമ്മുടെ മെറ്റീരിയൽസൊക്കെ കളക്ട് ചെയ്ത് ഇങ്ങനെ നമുക്ക് ആ ജേണി മുന്നോട്ട് പോകാം. നന്നായി പഠിക്കുക, എല്ലാവരും ആത്മാർത്ഥതയോടുകൂടി പഠിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അടുത്ത വീഡിയോ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ വരും. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിലുള്ള കുട്ടികളുടെ ശ്രദ്ധയ്ക്ക് നിങ്ങളൊക്കെ അവിടെ വിടും കേട്ടോ. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട് തരും, നിങ്ങളത് വായിച്ച് നോക്കുക. അത് വായിച്ച് നോക്കിയിട്ട് വന്നിട്ട് ഇതൊന്ന് ആൻസർ ചെയ്ത് നോക്കണം കേട്ടോ. ആൻസർ ചെയ്ത് എത്രയാണ് മാർക്ക് കിട്ടുന്നത്, പഠിച്ചിട്ട് കയറുന്നുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുക. ഈ 2 നോട്ട് നമ്മൾ ഗ്രൂപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ. പിന്നെ നാളെ നല്ല ഒരു 20 ക്വസ്റ്റ്യൻസുമായിട്ട് വരാം കേട്ടോ. ഓക്കെ, താങ്ക് യു.